അജിതാന സർ, ഇപ്പോൾ അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അവിടെ നാട്ടുകാർ വീണ്ടും ബുദ്ധിമുട്ടാണെന്ന് പറയുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അവിടെ എത്തിയത്. ഞാൻ പറയുന്ന ഒന്ന് കേൾക്കൂ. ഇത് നേരത്തെ ഷാർജ ഫ്ലൈറ്റ് കാറ്ററിംഗ് എന്ന് പറഞ്ഞ ഒരു ഏജൻസി നടത്തിയിരുന്നതാ. ഫ്ലൈറ്റിൽ ഫുഡ് കൊണ്ടുപോകുന്നവര് നേരത്തെ അവരത് നിർത്തൽ ചെയ്തിട്ട് രാമചന്ദ്രയ്ക്ക് വാടകയ്ക്ക് കൊടുത്തപ്പോൾ അവരവിടെ ഫുഡ് പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നു എന്നുള്ള ആക്ഷേപം കേട്ടത് കൊണ്ട് തന്നെ നമ്മൾ അവിടെ പോയി താക്കീത് കൊടുത്തു. മേലിൽ ഇതിങ്ങനെ ചെയ്യാൻ പാടില്ല, വെള്ളം കെട്ടിക്കിടക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഹെൽത്ത് ഇൻസ്പെക്ടർ നോട്ടീസ് കൊടുത്തു. വീണ്ടും അത് ദുരിതമായത് കൊണ്ട് തന്നെ കഴിഞ്ഞ ആഴ്ച ഒരാഴ്ചത്തെ സമയം കൊടുത്തുകൊണ്ട് അവരെല്ലാം ഷിഫ്റ്റ് ചെയ്തു. ഇപ്പൊ അവിടെ നടക്കുന്നതെന്ന് പറഞ്ഞാൽ വെറും ഗോഡൌൺ മാത്രമാണ്. രാമചന്ദ്രയുടെ ഹോൾസെയിൽ ആയിട്ടുള്ള സാധനങ്ങൾ അവിടെ കൊണ്ട് വെക്കുന്നു, റീറ്റെയിൽ ആയിട്ട് കൊണ്ടുപോയി സ്റ്റോറുകൾ വെക്കുന്നു. അത്ര മാത്രമേ അവിടെ നടക്കുന്നുള്ളൂ. ഇപ്പൊ നിലവിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിന് എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കാൻ പറ്റുമെന്ന് നഗരസഭയുമായി ചേർന്നുകൊണ്ട് ആലോചിക്കുകയാണ്. ഉടനെ തന്നെ അതിന് ഒരു മാറ്റം വരുത്തുക. അല്ലാതെ ഇപ്പൊ അവിടെ വേറെ വിഷയങ്ങളൊന്നും ഇല്ല. തുടരണം ശ്രീമതി ഷാജിദാന സർ, തുടരണം. വിഷയമില്ല എന്ന് പറയുമ്പോൾ അവിടെ നിൽക്കുന്ന താങ്കൾക്ക് വോട്ട് ചെയ്ത ആളുകളൊക്കെ പറയുന്നത് നുണയാണോ? വെള്ളം കെട്ടിക്കിടക്കുന്നു ഇല്ലാന്ന് പറയുന്നില്ല. ഇവരുടെ വേസ്റ്റ് വെള്ളം അവിടെ കെട്ടിക്കിടക്കുന്നുണ്ട്. ആ വെള്ളക്കെട്ടിന് പരിഹാരം ഉണ്ടാക്കാനാണ് നഗരസഭയുമായി ചേർന്ന് ചെയ്യുമെന്ന് പറഞ്ഞത്. ഇവരിവിടെ ഗേറ്റിനകത്ത് നടത്തുന്ന പരിപാടി നമുക്ക് എന്താണെന്ന് അറിയില്ല. ആൾക്കാരുടെ വിഷമം മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ അവിടെ ഇടപെടുകയും ഉചിതമായ ഒരു തീരുമാനം എടുക്കുകയും ചെയ്തു. ആ ഒറ്റ രാത്രി കൊണ്ട് ഇവരുടെ സാധനങ്ങളെല്ലാം ഷിഫ്റ്റ് ചെയ്യിച്ചു. ഫുഡ് പ്രോഡക്റ്റ് ഒന്നും അവിടെ ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ള താക്കീത് കൊടുക്കുകയും ചെയ്തു. ഒന്ന് തുടരണം. അവിടെ ഫുഡ് പ്രോഡക്ട്സ് ഉണ്ടാക്കുന്നില്ല എന്നാണ് ടി വി പ്രസാദ്. ഷാജിദാന സർ, നിങ്ങൾ പ്രകോപിതയാകേണ്ടതില്ല. സമാധാനമായി സംസാരിക്കാം. നമുക്ക് സമാധാനമായി സംസാരിക്കാം. ഞാൻ ടി വി പ്രസാദിലേക്ക് കൂടി പോവുകയാണ്. അവിടെ ഇപ്പോൾ ആ സ്പോട്ടിൽ ഞങ്ങളുടെ പ്രതിനിധികളുണ്ട്. താങ്കൾ എന്തായാലും ആ സ്പോട്ടിൽ നിന്നല്ലല്ലോ സംസാരിക്കുന്നത്. ഈ വള്ളക്കടവ് പുത്തൻപാലം പ്രദേശവാസികൾ അവിടെ ഭക്ഷണം ഉണ്ടാക്കുന്നില്ല. ശ്രീമതി ഷാജിദ, ഞാൻ അങ്ങോട്ട് വരാം. ടി വി പ്രസാദ്, അവിടെ ഇപ്പോൾ ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കുന്നില്ല എന്നാണ് കൗൺസിലർ പറയുന്നത്. ശരിയാണോ? ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കുന്നില്ല എന്ന് പറയുന്നത് തീർത്തും തെറ്റാണ് സുജിയ. ഇതിലുണ്ടായത് നമ്മൾ പറഞ്ഞല്ലോ. അതായത് 2 ദിവസം മുമ്പ് പ്രദേശവാസികൾ ഇവിടെ വലിയ ബഹളമുണ്ടാക്കി, വലിയ പ്രതിഷേധമുണ്ടാക്കി. അതിനുശേഷമാണ് ആ മണ്ണിട്ട് മുടൽ എന്ന് പറയുന്ന പ്രക്രിയ ഉണ്ടായത്. മാത്രമല്ല, ഇവിടെ നിന്ന് താൽക്കാലികമായി ഭക്ഷണ പദാർത്ഥങ്ങൾ അതായത് കൊണ്ടുപോകുന്നത് നിർത്തി എന്നതാണ് ഇവിടുന്ന് മനസ്സിലാവുന്നത്. പക്ഷേ ബേക്കറി സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ഇപ്പോഴും അവിടുന്ന് കാണാം. ജീവനക്കാരുണ്ട്. അതിൻ്റെ പാത്രങ്ങൾ ഉൾപ്പെടെ നമ്മൾ നേരത്തെ വിഷ്വലും കണ്ടിട്ടാണ്. നമ്മളിപ്പോൾ അതിൻ്റെ അകത്തേക്ക് കൂടുതൽ ആളുകൾ പോയി അതൊരു സംഘർഷം ഉണ്ടാകണ്ട എന്നുള്ളത് കൊണ്ടാണ് ഇതിൻ്റെ മുന്നിൽ നിൽക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഇവിടെ ഒരു പ്രശ്നമില്ല എന്ന് പറയുന്ന കൗൺസിലറുടെ വാദം അത് തെറ്റാണ് എന്നുള്ളതാണ്. പ്രദേശവാസികൾ ഇത്രയും ആളുകളോട് നമ്മൾ സംസാരിച്ചു. ഇവിടെ നിൽക്കുന്ന ഒരു 6ാം ക്ലാസ്സുകാരൻ. എന്താ മോനെ ഇവിടുത്തെ അവസ്ഥ? ഇവിടുത്തെ അവസ്ഥ എന്ന് പറയുകയാണെങ്കിൽ ഭയങ്കര മാറ്റമാണ്. ഞാൻ ഇവിടുത്തെ ഈ കറക്റ്റ് ഇതിൻ്റെ ബാക്കിലാണ് നമ്മളുടെ വീടെന്ന് പറയുന്നത്. ആ വീട്ടിൻ്റെ ബാക്കിൽ ഒടുക്കത്തെ മാറ്റമാണ്. അതിൻ്റെ ബാക്കിൽ ഇറങ്ങാൻ പറ്റുന്നില്ല. അതുപോലത്തെ മാറ്റമാണ്. കുറേയായി നാറ്റം തുടങ്ങിയിട്ട്? കുറേയായി. ഏകദേശം 1 വർഷമായിട്ടുണ്ടാവും. 1 വർഷത്തിൽ കൂടുതലായിട്ടുണ്ടാവും. എങ്കിലും ഈ നാറ്റത്തിന് 2 ദിവസങ്ങൾക്ക് മുമ്പ് ഇവിടെ എല്ലാവരും കൂടെ പ്രശ്നം ഉണ്ടാക്കി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം കുറച്ച് മണ്ണൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം കുറച്ച് മണ്ണിട്ടിട്ടുണ്ട്. 2 ദിവസമായിട്ട് മണം കുറഞ്ഞിട്ടുണ്ടോ? ചെറുതായിട്ട് കുറഞ്ഞിട്ടുണ്ട്. എന്നാലും ഒട്ടും രക്ഷയില്ല. ഞങ്ങളെ വീട്ടിൻ്റെ പുറത്തിറങ്ങാൻ പറ്റില്ല. പുറത്തും ബാക്കിലും ഒട്ടും ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി. കേട്ടല്ലോ സുജിയ, ഇതാണ് കൗൺസിലർക്കുള്ള മറുപടി. ഇതിൽ കൂടുതൽ എന്താണ് വേണ്ടത്? ഇതിൽ കൂടുതൽ നമ്മൾ എന്താണ് സംസാരിക്കേണ്ടത്? സംസാരിച്ചതാണിത്. ഇങ്ങനെ വിഷയമില്ല. അത് കട്ടാക്കി തിരിച്ചു വരാനുള്ള സാധ്യതയില്ല. കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പ്രദേശവാസികൾ ഇടതുപക്ഷ അനുഭാവികൾ തന്നെയാണ് സുജയ നമ്മൾ ഇവിടേക്ക് വിളിച്ചു വരുത്തിയതും ഈ കാര്യങ്ങൾ ഇവിടുന്ന് ചെയ്യിക്കുകയും. എനിക്ക് മനസ്സിലാവാത്തത്, രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസിന്റെ ആ ഭക്ഷണം പാചകം ചെയ്യുന്ന ആ യൂണിറ്റ് പൂർണ്ണമായും അവിടെ നിന്ന് മാറ്റിയെന്ന് കൗൺസിലർ തറപ്പിച്ച് പറയുകയാണ്. ഭക്ഷണം ഇപ്പോഴും ഇവിടെ പാചകം ചെയ്യുന്നുണ്ട്. ബേക്കറി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തുന്നുണ്ട്. ഇപ്പോൾ കൗൺസിലർ പറഞ്ഞത് പ്രകാരമാണെങ്കിൽ ഇവിടെ ജീവനക്കാർ ഉണ്ടാകാൻ പാടില്ലല്ലോ, ഇവിടെ പാത്രങ്ങൾ ഉണ്ടാകാൻ പാടില്ലല്ലോ, അത് തുറന്ന് പ്രവർത്തിക്കാൻ പാടില്ലല്ലോ. പക്ഷെ എല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ് അവർ പറഞ്ഞത്? ഗോഡൌൺ ആണ്, സാധനങ്ങൾ സൂക്ഷിക്കുന്ന ഗോഡൌൺ ആണ്. അളവ് കുറച്ചിട്ടുണ്ടാകാം. അല്ല, കൗൺസിലർ പറഞ്ഞത് ഗോഡൌൺ ആണ്, സാധനങ്ങൾ സൂക്ഷിക്കുന്ന ഗോഡൌൺ ആണ്. ഗോഡൌണിൽ പുക വരുമോ? ഗോഡൌണിൽ പാചകം ചെയ്യുന്ന പാത്രങ്ങൾ വരുമോ?
അല്ല, എനിക്ക് അറിയാത്തതുകൊണ്ട് അവർ ചോദിച്ചതാണ് പ്രസാദ്. ഉന്നയിക്കുന്ന വാദങ്ങൾ എന്തുകൊണ്ടാണ് എന്ന കാര്യം നമുക്കറിയില്ല. സുജിയ, ഒരു കാര്യം നമുക്കറിയാം, എല്ലാ മാധ്യമങ്ങളും ഇത് ഏറ്റെടുത്ത് വാർത്തയാക്കാതിരിക്കാനുള്ളൊരു കാരണം അത് രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസ് എന്ന പേരും അവരുടെ പെരുമയും കൊണ്ട് തന്നെയാണ്. ഒരുപക്ഷെ ഇനി അതുകൊണ്ടാണോ കൗൺസിലർ ഈ വർത്തമാനം പറയുന്നത് എന്ന കാര്യം നമുക്കറിയില്ല. ഇപ്പോൾ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ മകൻ പറഞ്ഞ ഒരു വിവേചന ഒരു ബുദ്ധി പോലും നമ്മുടെ കൗൺസിലർക്കില്ലേ എന്ന് ചോദിച്ചു പോവുകയാണ് ഈ സമയത്ത്. കാരണം ഇത് ഇത്ര ക്രൂരമായി, ഈ പറയുന്ന ഒരു ക്യാൻസർ പേഷ്യൻ്റാണ് കുറച്ച് മുമ്പ് നമ്മളോട് സംസാരിച്ചത്. കുറേ കുഞ്ഞുമക്കൾ, അവർക്ക് പനി വരുന്നു, ബുദ്ധിമുട്ടുണ്ടാകുന്നു, നാറ്റം കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല. ഇത് നമ്മുടെ വീട്ടിനടുത്തുള്ള ഒരു സ്ഥാപനമായി കരുതി നടപടിയെടുക്കേണ്ടതിന് പകരം അവിടെ ഒന്നുമില്ലെന്നും അവിടെ ഗോഡൗൺ ആണെന്നും പറയുന്നത് എന്തുകൊണ്ടാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഗായത്രി പറഞ്ഞതുപോലെ അവർക്ക് ഒരു പരാതി കിട്ടി, അതിലിടപെടും എന്നാണ് അവർ കൃത്യമായി പറഞ്ഞത്. അതല്ലാതെ അറിയാത്ത കാര്യത്തിനെ കുറിച്ച് അവർ സംസാരിക്കാൻ തയ്യാറായിട്ടില്ല. യഥാർത്ഥത്തിൽ കൗൺസിലർ ഷാജിദയ്ക്ക് വേണ്ടി അവിടെ ഒരു ചേച്ചി സവാള തൊലിക്കുന്ന വിഷ്വൽ. ആ സവാള തൊലിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? പാചകമില്ല, ഗോഡൌണിൽ എന്തിനാണ് സവാള ഇങ്ങനെ അരിഞ്ഞു കൂട്ടുന്നത് എന്നുള്ളത് കൂടി അറിയണം. ആ കുടുംബങ്ങളോട് ഇങ്ങനെ കള്ളം പറയുന്നത് എന്തിനാണ് ഒരു കൗൺസിലർ? അവിടെ നോക്കൂ, അവിടെ പാചകം ചെയ്യുന്ന ഒരു ചേച്ചി തലയിൽ ക്യാപ്പൊക്കെ വെച്ചിട്ടുണ്ട് പാചകം ചെയ്യുമ്പോഴെന്ന പോലെ. ഇനിയിപ്പോൾ അത് ബേക്കറി പലഹാരം ഉണ്ടാക്കാനാണെങ്കിലും അവിടെ ഭക്ഷണം പാകം ചെയ്യുന്നുണ്ട്. ആ ഭക്ഷണത്തിൽ നിന്ന് അവശിഷ്ടങ്ങൾ, ആ പാചകം ചെയ്തതിന്റെ ബാക്കി അവശിഷ്ടങ്ങൾ സംസ്കരിക്കാൻ അവിടെ സംവിധാനമില്ല എന്നുള്ളതും വ്യക്തമല്ലേ? ഇതാ നോക്കൂ, അവിടെ ഇപ്പോൾ ബേക്കറി പലഹാരം ഉണ്ടാക്കാനാണോ എന്തിനാണോ മാവ് കുഴച്ചു വെച്ചിരിക്കുന്നത് നമുക്ക് കാണാം. അതവിടെ ഉണ്ടാക്കുന്നുണ്ട്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ നമുക്ക് കള്ളം പറയേണ്ട കാര്യമില്ല. നമ്മൾ ജനങ്ങൾക്കൊപ്പമാണ് നിൽക്കുന്നത്. 6 വയസ്സുള്ള 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ കുട്ടി വന്ന് പറഞ്ഞല്ലോ, എനിക്ക് ഇതിന് തൊട്ടടുത്തുള്ള വീട്ടിൽ ഇരിക്കാൻ കഴിയുന്നില്ല എന്ന്. അങ്ങനെ പറയുന്ന ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കൃത്യമായി ഇടപെട്ടുകൊണ്ട് നീതി വാങ്ങിക്കൊടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് തന്നെയാണ് ആ ദൃശ്യങ്ങൾ നമ്മൾ വീണ്ടും കാണിക്കുന്നത്. പാചകമില്ല എന്ന് പറഞ്ഞയിടത്ത് കൗൺസിലർ കാണൂ, ഇതാണ് പാചകം ചെയ്യുന്നത്, ഇങ്ങനെയാണ് പാചകം ചെയ്യുന്നത്. ഈ പാചകം ചെയ്യുന്ന സാധനങ്ങളെല്ലാം എവിടേക്ക് കൊണ്ടുപോയി എന്നാണ് കൗൺസിലർ അപ്പോൾ പറയുന്നത്? പ്രസാദ്, ആരെയാണ് അവർ പറ്റിക്കാൻ നോക്കുന്നത്? എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ കള്ളം പറയുന്നത്? അത് തന്നെയാണ് സുജയത്തിലെ പ്രധാനപ്പെട്ട കാര്യം. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഈ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൻ പറഞ്ഞതിൽ കൂടുതൽ മറുപടി ഒന്നും ആ കൗൺസിലർക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മളിവിടെ വന്ന് നമ്മുടെ ബോധ്യം മാത്രമല്ല, കുറേ മനുഷ്യർ, ഇവിടെ ജീവിക്കുന്ന മനുഷ്യരുടെ കഷ്ടപ്പാടുകളാണ് നമ്മൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. മറ്റ് ചാനലുകളും മറ്റ് പത്രങ്ങളും റിപ്പോർട്ട് ചെയ്യാത്തിടത്തും ഞങ്ങൾ റിപ്പോർട്ടർ വാർത്താ സംഘം എത്തുന്നതും പ്രേക്ഷകർ പിന്തുണയ്ക്കുന്നുണ്ട്. പ്രേക്ഷകർ ഇപ്പോൾ പറയുന്നു, രവി എന്ന പ്രേക്ഷകൻ പറയുന്നു, കൗൺസിലർ വെറും ഉടായ്പ് തന്നെ, ക്യാഷ് വാങ്ങി വോട്ടർമാരുടെ കുഴിവെട്ടുന്നു. എന്ത് പെരുമ, ജനമില്ലെങ്കിൽ ഒരു പെരുമയും ആർക്കുമില്ല. ഷാജിദയോട് വന്ന് ഒരു ദിവസം ഇവിടെ നിൽക്കാൻ പറ, നിങ്ങൾ രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസുകാരോട് ചോദിക്കുമെന്ന് പ്രസാദിനോട് പറയുന്നുണ്ട്. ഇതാ നോക്കൂ, ഇതാ ഗോഡൌൺ എന്ന് അവകാശപ്പെട്ട സാധനങ്ങൾ സൂക്ഷിക്കുന്നുവെന്ന് കൗൺസിലർ അവകാശപ്പെട്ട ഇടത്തെ ദൃശ്യമാണ്. അവിടെ കൂട്ടിയിട്ടിരിക്കുന്നത് സവാളയാണ്. ആ സവാള എടുത്ത് അരിയുന്നതാണ് നമ്മൾ നേരത്തെ കണ്ടത്. അവിടെ കുഴച്ചു വെച്ചിരിക്കുന്നത് ഗോതമ്പോ മൈദയോ എന്തോ ആണ്. ഇതാ നോക്കൂ, ഇന്ന് പൊളിച്ചിട്ടതാണ്, കഴിഞ്ഞ ദിവസത്തേതല്ല. ഇനി കഴിഞ്ഞ ദിവസത്തേതാണെന്ന് പറയരുത്, തത്സമയ ദൃശ്യമാണ്. ശ്രീമതി